കടൽ പക്ഷി ചൈനീസ് GPS ട്രാക്കർ ഘടിപ്പിച്ച് തന്ത്രപ്രധാന നാവികസേനാ താവളത്തിനടുത്ത്. കർണാടകയിലെ കാർവാറിലുള്ള നാവികസേന ആസ്ഥാനത്തിനടുത്താണ് പരിക്കേറ്റ നിലയിൽ കടൽക്കാക്കയെ കണ്ടെത്തിയത്. പക്ഷിയുടെ ശരീരത്തിൽ GPS ട്രാക്കർ ഘടിപ്പിച്ചിരുന്നു. എയർക്രാഫ്റ്റ് കാരിയറുകൾ അടക്കമുള്ള INS വിക്രമാദിത്യയുടെ ആസ്ഥാനം കൂടിയാണ് ഈ നാവിക താവളം. ഇതിനടുത്ത് നിന്ന് ചൈനീസ് GPS ട്രാക്കർ ഘടിപ്പിച്ച പക്ഷിയെ കണ്ടെത്തിയത് ഗൗരവമായിട്ടാണ് അധികൃതർ എടുത്തിട്ടുള്ളത്. രവീന്ദ്രനാഥ ടാഗോർ ബീച്ചിൽ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു പക്ഷി. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന GPS ആണ് പക്ഷിയിൽ ഘടിപ്പിച്ചിരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉദ്യോഗസ്ഥർ പക്ഷിയെ കസ്റ്റഡിയിലെടുത്തു. മറൈൻ ഫോറസ്റ്റ് വിഭാഗത്തിന് കടൽ പക്ഷിയെ കൈമാറി. ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിലെ എക്കോ എൻവറോൺമെൻറ്റൽ സയൻസിൻ്റെയാണ് GPS. കടൽ പക്ഷികളെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഘടിപ്പിച്ചതാകാം ഇതെന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷി ബീജിംഗിൽ നിന്ന് 5085 കിലോമീറ്റർ യാത്ര ചെയ്താണ് കാർവാറിലെത്തിയത്. ചൈന ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തനം ദിവസങ്ങൾ കഴിയുന്തോറും ശക്തമാക്കുകയാണ്. ഇന്ത്യൻ ഓഷ്യനിൽ ചൈന ചാരപ്രവർത്തനത്തിനായി നിരവധി റിസർച്ച് വെസലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തന്ത്രപ്രധാന സ്ഥലത്ത് പക്ഷിയെ കണ്ടെത്തിയ സംഭവം അധികൃതർ വളരെ ഗൗരവത്തിൽ അന്വേഷിച്ചു വരികയാണ്.